ഹായ് ഹലോ വെൽക്കം ബാക്ക്. രാവിലെ വളരെ എളുപ്പത്തിലും അരി അരയ്ക്ക് കുതിർക്ക് ഒന്നും ചെയ്യാതെ വെറും റവ വെച്ചിട്ട് വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് ഇന്ന് ഷെയർ ചെയ്യുന്നത്. മസ്റ്റായിട്ടും വീഡിയോ ഫുള്ളായിട്ട് വാച്ച് ചെയ്യുക. ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കല്ലേ. അപ്പോൾ നേരെ വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ ഇതിലേക്ക് മെയിനായിട്ട് വേണ്ടത് റവ തന്നെയാണ് കേട്ടോ. ഞാനിതാ ഇവിടെ ഒരു 2 കപ്പ് അളവിൽ റവ എടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ഗോതമ്പ് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഈ ഒരു ഗോതമ്പ് പൊടി ഇവിടെ ചേർത്ത് കൊടുക്കുന്നത് നല്ല സോഫ്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഞാനിതാ അവിടെ ഒരു 3 ടേബിൾ സ്പൂൺ അളവിൽ ഗോതമ്പ് പൊടിയും അതുപോലെ തന്നെ കുറച്ച് തേങ്ങ ചിരകിയതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതാ പഞ്ചസാരയാണ്. ഒരു 2 ടേബിൾ സ്പൂൺ അളവിൽ പഞ്ചസാരയും ഒരു 1/4 ടീസ്പൂൺ അളവിൽ ഈസ്റ്റും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഫൈനായിട്ടൊന്ന് അരച്ചെടുക്കണം. അപ്പോൾ ഞാനിവിടെ ഇതൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ബൗളിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കാം. ഈ ഒരു മാവ് നല്ലോണം കട്ടിയായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ജസ്റ്റ് അങ്ങ് ലൂസാക്കി കൊടുത്താൽ മതി. ഇത് ഒരുപാട് ലൂസാവും വേണ്ട, എന്നാൽ ഒത്തിരി കട്ടിയായിട്ടും വേണ്ട കേട്ടോ. കുറച്ചൊരു പാകം നമ്മൾ സാധാരണ വെള്ളപ്പത്തിൻ്റെ ആ ഒരു മാവൊക്കെ ദോശയുടെ ഒക്കെ ഒരു മാവുണ്ടല്ലോ, അതേപോലെ ആ ഒരു രീതിക്ക് വേണം ഇതിൻ്റെ മാവ് കിട്ടാനായിട്ട്. അപ്പോൾ മാവൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം. ഇത് ഏകദേശം ഒരു 10-15 മിനിറ്റ് റെസ്റ്റ് ചെയ്തെടുത്താൽ മതി കേട്ടോ. അപ്പോഴേക്കും മാവൊക്കെ നല്ലതുപോലെ ഇതുപോലെ പൊങ്ങി വന്നിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് എളുപ്പത്തിൽ രാവിലെയൊക്കെ അരിയൊക്കെ വെള്ളത്തിൽ കുതിർക്കാൻ മറക്കുന്ന ഒരു ടൈമിലൊക്കെ നമുക്ക് ഇതുപോലെ ചെയ്തെടുക്കാവുന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നൊരു അപ്പത്തിൻ്റെ റെസിപ്പിയാണ്. ഇനി നമുക്കിത് ഓരോന്നായിട്ട് ചുട്ടെടുക്കാം. ഇതുപോലെ ഒരു തവി മാവ് ഒഴിച്ചതിന് ശേഷം ജസ്റ്റ് അങ്ങ് ചുറ്റിച്ചെടുക്കാം. ഇനി ചുറ്റിച്ചെടുക്കാൻ നിങ്ങൾക്ക് തയ്യാറാക്കി എടുക്കാവുന്നതാണ്. ഇനി ഒന്ന് അങ്ങ് മൂടി വെച്ചിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ഈ ഒരു അപ്പം കുക്കായി കിട്ടും കേട്ടോ. നല്ല ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കി എടുക്കാൻ പറ്റുന്നൊരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയും കൂടിയാണ്. അപ്പോൾ ഇതിൻ്റെ കൂടെ ചട്നിയോ എന്ത് വേണമെങ്കിലും ഇതിന് കൂടെ കഴിക്കാവുന്നതാണ്. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാനൊന്നും മറക്കല്ലേ. അപ്പോൾ ഇതുപോലത്തെ ഈസി ആയിട്ടുള്ള റെസിപ്പീസിൻ്റെ ഒക്കെ വേണ്ടിയിട്ട് ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷനും കൂടിയും കൊടുക്കാൻ മറക്കല്ലേ. എങ്കിൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുള്ളൂ കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാഹ് പുതിയൊരു വീഡിയോയിൽ കാണാം. താങ്ക്